കൊല്ലത്തെ മാലിന്യ പ്രശ്നത്തിൽ ബി.ജെ.പി. മാർച്ചിൽ വീണ്ടും സംഘർഷമുണ്ടാവുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വലിയ സംഘർഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബിജെപിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കോർപ്പറേഷനിലേക്കാണ് ഇന്ന് ബി.ജെ.പി. പ്രവർത്തകർ മാലിന്യവുമായി പ്രതിഷേധവുമായി എത്തിയത്. മേയർക്ക് മാലിന്യം സമർപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതായത് കൊല്ലം നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ മാലിന്യ കൂമ്പാരം കിടക്കുന്നത് ഇത്രയും ദിവസങ്ങളായിട്ടും അതിൽ കോർപ്പറേഷൻ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ അംഗങ്ങൾ തന്നെ, അതായത് കൗൺസിലർമാർ തന്നെ ഈ പരാതി നിരന്തരം ഉന്നയിച്ചിട്ട് പോലും അതിലൊരു തീരുമാനമെടുക്കാൻ കോർപ്പറേഷൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ മേയർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണെന്ന് ബി.ജെ.പി. തീരുമാനിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ ഈ കോർപ്പറേഷന്റെ ഭാഗത്തേക്ക് എത്തിയത്. ഈ കോർപ്പറേഷന് മുമ്പ് തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച ഈ മാർച്ച് തടയുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ മാലിന്യവുമായി ഈ ബാരിക്കേഡിന് മുകളിലൂടെ ചാടിക്കടന്നാണ് ഈ കോർപ്പറേഷന്റെ മുൻവശത്തേക്ക് എത്തിയത്. അപ്പോൾ തന്നെ പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വനിതാ നേതാക്കളടക്കം ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. കാരണം ഈ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ ബാരിക്കേഡ് ചാടിക്കടന്ന് കോർപ്പറേഷനിലേക്ക് മുന്നിലേക്ക് എത്തി എന്നുള്ളതാണ്. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പോലീസുമായി വലിയ ഒരു വാക്കേറ്റം ആദ്യം ഉണ്ടാവുകയും തുടർന്ന് പോലീസ് ഈ പ്രതിഷേധം മുന്നോട്ട് കടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. നിരവധി പ്രശ്നങ്ങളാണ് ഈ കോർപ്പറേഷന്റെ ഭരണസമിതിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ മാലിന്യ കൂമ്പാരങ്ങൾ, അത് നഗരത്തിലെ പലയിടങ്ങളിൽ ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായിട്ടും അതിലൊരു നടപടി എടുക്കുവാൻ പോലും കോർപ്പറേഷന്റെ അധികൃതർ തയ്യാറായിട്ടില്ല. അത് ഈ കോർപ്പറേഷനെ നയിക്കുന്ന ഈ മേയർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രവർത്തകർ കോർപ്പറേഷന്റെ ഗേറ്റിന് മുൻവശത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. കോർപ്പറേഷനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം ബി.ജെ.പി. പ്രവർത്തകർ നടത്തുന്നുണ്ട്. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ്, അതായത് ബി.ജെ.പി. കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. അഡ്വക്കേറ്റ് വി രാജേഷ് ഉൾപ്പെടെ ഇവിടെയുണ്ട്, ബി.ജെ.പി. നേതാക്കളുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. അതായത് ശക്തമായിട്ടുള്ള പ്രതിഷേധം. കാരണം ഈ കോർപ്പറേഷന്റെ ഇത്തരത്തിലുള്ള ഭരണത്തിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് ബി.ജെ.പി. അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ നിരവധി പ്രവർത്തകർ, ബി.ജെ.പി. പ്രവർത്തകർ ഈ കോർപ്പറേഷനിലേക്ക് തള്ളിക്കയറുവാനുള്ള ഒരു ശ്രമം തന്നെയാണ്. അതായത് ഈ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബി.ജെ.പി. അറിയിച്ചിരുന്നു. എന്നാൽ അതിലൊരു നടപടിയും കോർപ്പറേഷൻ എടുക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ബി.ജെ.പി. എത്തിച്ചേർന്നത്. മാലിന്യവുമായാണ് പ്രവർത്തകർ ഇന്ന് ഈ പ്രതിഷേധത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ്. കയ്യിൽ മാലിന്യങ്ങളുമായി ബാരിക്കേഡ് ചാടിക്കടന്ന് കോർപ്പറേഷന് മുന്നിലേക്ക് എത്തി മേയർക്ക് സമർപ്പിക്കാനായിരുന്നു ബി.ജെ.പി. പ്രവർത്തകരുടെ തീരുമാനം. എന്തായാലും പോലീസ് കൂടുതലായി ഇവിടേക്ക് എത്തുന്നുണ്ട്. വനിതാ നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളൊന്നും തങ്ങൾക്ക് അതൊന്നും പുത്തരിയല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടി ഈ ഒരു പ്രതിഷേധത്തിൽ ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ, അതായത് ഈ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ വനിതാ നേതാക്കളും ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്നിവിടേക്ക് എത്തിയത്. ബി.ജെ.പിയുടെ പതാകയും അതോടൊപ്പം തന്നെ കോർപ്പറേഷന് സമർപ്പിക്കാനുള്ള മാലിന്യങ്ങളും അത് ചാക്കുകെട്ടിൽ കൊണ്ടുവന്ന് തന്നെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോൾ പ്രവർത്തകരുള്ളത് ഈ കൊല്ലം കോർപ്പറേഷന് മുൻഭാഗത്ത് തന്നെയാണ്. നിരവധി പേരെ ഇപ്പോൾ പോലീസ് വാഹനത്തിനുള്ളിലേക്ക് അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം തുടരുന്നുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരിക്കുന്നുണ്ട്. കാരണം ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ പ്രവർത്തകർ ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. നിരവധി നേതാക്കളും, അതായത് ബി.ജെ.പി. നേതാവായിട്ടുള്ള വി രാജേഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി
എന്തായാലും അതിനിടയ്ക്ക് തന്നെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം കോർപ്പറേഷന് മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ഒരു ശ്രമം നടത്തി. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞപ്പോൾ തന്നെ പ്രവർത്തകർ പറഞ്ഞതാണ് ഈ മാലിന്യം ഞങ്ങൾ കോർപ്പറേഷൻ മുന്നിലേക്ക് എത്തിക്കും, കാരണം മേയർ ഇത് കാണണമെന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ മേയർക്ക് മുന്നിലേക്ക് ഈ മാലിന്യവുമായി എത്തിയതാണ് BJP പ്രവർത്തകർ. അവരെയാണ് പോലീസ് ഇത്തരത്തിൽ കയ്യൂക്ക് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ ശ്രമിക്കുന്നത്. നേതാക്കളെ അടക്കം റോഡിലൂടെ വലിച്ചു വെച്ച് വാഹനത്തിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം ഇത്തരത്തിൽ ശക്തമാക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. കോർപ്പറേഷന് മുന്നിൽ ഇപ്പോൾ BJP പ്രവർത്തകർ ഓരോരുത്തരും കുത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അവർ ഈ പ്രതിഷേധം ഇനിയും ശക്തമാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെ തന്നെ തങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഈ മാലിന്യ കൂമ്പാരത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കോർപ്പറേഷന്റെ ഭരണത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ തങ്ങൾ നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങളിൽ തന്നെ അതുണ്ട്. കാരണം മേയർ ഇക്കാര്യങ്ങളിലൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചധികം കാലമായി തന്നെ ഈ കൊല്ലം നഗരത്തിൽ നടന്നു വരുന്ന ഓരോ കാര്യങ്ങളും, അതായത് ഈ മാലിന്യം മാത്രമല്ല മറ്റ് പല ജനകീയ വിഷയങ്ങളിലും BJP പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടിയെടുക്കാൻ കോർപ്പറേഷൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും ജനകീയപരമായിട്ടുള്ള ഓരോ വിഷയങ്ങളിലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ദുർഭരണമാണ് എന്നുള്ള കാര്യം തന്നെയാണ് BJP നേതാക്കളടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഭരണത്തിനെതിരെ തങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ കോർപ്പറേഷൻ മുന്നിലേക്ക് ശക്തമായിട്ടുള്ള സമരവുമായി എത്തിയിട്ടുള്ളത്. അതിൽ അവർ ഓരോരുത്തരും വ്യക്തമാക്കുന്നത് ഇനിയും ഇങ്ങനെയാണ് ഭരണം തുടരാൻ കോർപ്പറേഷന്റെ തീരുമാനമെങ്കിൽ ഇവിടെയൊന്നും ഈ പ്രതിഷേധം അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് നമ്മളിപ്പോൾ കണ്ടുവന്നതാണ്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അവിടെയും കോർപ്പറേഷന്റെ ഭരണത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് BJP പ്രവർത്തകർ സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലും കൊല്ലം കോർപ്പറേഷന്റെ ഭരണത്തിനെതിരെ ദുർഭരണത്തിനെതിരെ പ്രതിഷേധവുമായി BJP എത്തിയിട്ടുള്ളത്. എന്തായാലും കൗൺസിലർമാരടക്കം നേതൃത്വം നൽകിയാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരോരുത്തരും വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. ഇങ്ങനെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ മാലിന്യ കൂമ്പാരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ തങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് BJP നേതാക്കൾ അടക്കം വ്യക്തമാക്കുന്നത്. ദേവിക. ശരി മനോജ്, അവിടെ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ, അവരെന്താണ് പറയുന്നത്? ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ മുന്നിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. മേയറോടും അടക്കം ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും അതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ ഇവരാരും തന്നെ തയ്യാറായിട്ടില്ല. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്തുവാനുള്ള ഒരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൽ തങ്ങൾ വഴങ്ങില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവർ ഓരോരുത്തരും പറയുന്നത്. അത്തരത്തിൽ മാലിന്യവുമായി തങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് തങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ശ്രമമാണ് ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് തങ്ങൾ നടത്തി കൊടുക്കില്ല, അല്ലെങ്കിൽ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രവർത്തകർ ഓരോരുത്തരും പറയുന്നത്. കാരണം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങളുള്ളത്. അതിലൊന്നും തന്നെ ഇതുവരെയും നടപടിയെടുക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇവിടെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഈ പ്രവർത്തകരുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള ഈ ഒരു പ്രതിഷേധം നിരവധി പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ കോർപ്പറേഷന് 200 മീറ്റർ അകലെ വെച്ചിട്ടാണ് ഈ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകർ തടയുന്നത്. എന്നാൽ ആ തടഞ്ഞതിൽ നിന്നും അവിടെ തങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് BJP നേതാക്കൾ അടക്കം വ്യക്തമാക്കിയത്. അവർ ബാരിക്കേഡ് ചാടിക്കടക്കുകയായിരുന്നു. തുടർന്ന് ഈ കോർപ്പറേഷന് മുന്നിലേക്ക്, കോർപ്പറേഷന്റെ കവാടത്തിന് മുന്നിലേക്ക് എത്തിയാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. പ്രവർത്തകർ ഓരോരുത്തരും റോഡിൽ കുത്തിയിരിക്കുകയാണ്. അവരൊക്കെ തന്നെ ഇത്തരത്തിൽ വ്യക്തമാക്കുന്നത് നമുക്ക് മനസ്സിലാവാം. ഇപ്പോൾ VV രാജേഷ് ഉൾപ്പെടെ പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇനിയും ശക്തമായിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJP അടക്കം വ്യക്തമാക്കുന്നത്. ദേവിക. ശരി, വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. മനോജ്, ഇപ്പോൾ വലിയ സംഘർഷം നടക്കുന്നു. പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. തീർച്ചയായും ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കാരണം ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് കോർപ്പറേഷന് മുന്നിലേക്ക് തങ്ങൾ എത്തും എന്നുള്ള കാര്യം BJP പ്രവർത്തകർ ആദ്യം മുതൽക്ക് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ 200 മീറ്റർ അകലെ വെച്ച് അവരെ തടഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിലൊന്നും തന്നെ BJP പ്രവർത്തകർ വഴങ്ങിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവരൊക്കെ ഇവിടേക്ക് കോർപ്പറേഷന് മുന്നിലേക്ക് എത്തി തന്നെ മാലിന്യം കോർപ്പറേഷനുള്ളിലേക്ക് എറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതിഷേധം
രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാലിന്യം മേയർക്ക് സമർപ്പിക്കുന്നു എന്നുള്ള ആ കാര്യം തന്നെയാണ് BJP ആദ്യം മുതലേ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നതും. BJP പ്രവർത്തകരെത്തി കോർപ്പറേഷന് മുന്നിലെ കവാടത്തിൽ നിന്നുകൊണ്ട് ആ മാലിന്യം കോർപ്പറേഷനുള്ളിലേക്ക് എറിയുവാൻ തന്നെയാണ് ഇവിടെ അത്തരത്തിൽ തന്നെയാണ് ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രവർത്തകരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. BJP നേതാക്കളായിട്ടുള്ള VV രാജേഷ്, അതോടൊപ്പം തന്നെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള S പ്രശാന്ത് ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. കൗൺസിലർമാരടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. എന്തായാലും അങ്ങനെ തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്.